ലോകകപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നാടും നഗരവും ഫുട്ബോൾ ആവേശത്തിലാണ്. പാലക്കാട് കോങ്ങാട് സീഡ് ഫാമിന് സമീപം അർജന്റീന ഫാൻസ് കൂറ്റൻ ഫ്ലെക്സാണ് സ്ഥാപിച്ചിരിക്കുന്നത്. 160 അടിയുള്ള ഫ്ലെക്സ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഹിറ്റാണ്. വേൾഡ് കപ്പ് ആവേശം അതിൻ്റെ ഏറ്റവും അത്യുന്നതയിൽ എത്തി നിൽക്കുകയാണ്. ഞാനുള്ളത് കോങ്ങാട് സീഡ് ഫാം എന്ന സ്ഥലത്താണ്. ഇവിടെ 160 അടിയിൽ അധികം ഈ നീളമുള്ള ഒരു കൂറ്റൻ ഫ്ലെക്സ് ആണ് അർജന്റീന ഫാൻസ് വെച്ചിരിക്കുന്നത്. ഇത്ര വലിയൊരു ഫ്ലെക്സ് അത് ആദ്യം വെച്ചൊരു റെക്കോർഡ് ഇടുകയാണ് ലക്ഷ്യം. അതിന് ലക്ഷ്യം അത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം 140 വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം 160 ആക്കി. അത് ലക്ഷ്യം ഞങ്ങൾ ഇപ്രാവശ്യം ഏറ്റെടുത്തു. ഞങ്ങൾ സത്യം പറഞ്ഞതിന് എത്ര വൈറലാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. അപ്പോൾ കുറേ ദിവസമായി പണിക്കും കാര്യങ്ങൾക്കൊക്കെ പോയിട്ട് വീട്ടിൽ നിന്നൊക്കെ ചീത്ത കേൾക്കാൻ തുടങ്ങി. എന്തായാലും എല്ലാം നിങ്ങളാണ്, എല്ലാം നമ്മളാണ്. ഇത്ര പ്രതീക്ഷിച്ചില്ല, നമ്മളാരും പ്രതീക്ഷിച്ചില്ല. പിന്നെ പുള്ളിക്കാരനാണ് നമ്മുടെ ആദ്യമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടത്. അതാണ് പിന്നെ റീൽസായിട്ട് ഇങ്ങനെ കത്തി കയറിയത്. ഇപ്പൊ ഈ റീൽസിലൊക്കെ ഭയങ്കര ട്രെൻഡാണ്. ടീം ഇത്തവണയും കപ്പടിക്കോ? അതായത് ഞാൻ ആക്ച്വലി ഫ്രാൻസ് ആണ് ഇവരുടെ. അതായത് ഞാൻ വീഡിയോ എടുത്തതാണ്. ഞാൻ വീഡിയോ എടുത്തിട്ട് ഇത് വൈറലായതുകൊണ്ട് ഞാൻ ഇവർ വിളിച്ചപ്പോൾ അങ്ങനെ വന്നതാണ്. ഞാൻ സത്യം പറഞ്ഞാൽ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഒരു ടെൻഷനായി പോയി. കുറേ ആളുകൾ കൂടിയിട്ട് എന്തോ പൊക്കുന്ന പോലെ തോന്നിയിരുന്നു. എല്ലാവരോടും പറഞ്ഞു ന്യൂസുകാരുടെയൊക്കെ. പിന്നീട് നടന്ന ആളുകൾ വരുന്ന സമയത്ത് വണ്ടി അവിടെ ഫ്ലെക്സിന്റെ വലിപ്പം തീരുന്നില്ല. അപ്പൊ ഞാൻ ആ സമയത്ത് തന്നെ വണ്ടി നിർത്തിയിട്ട് വീഡിയോ ഫ്രാൻസിന് വേണ്ടി ഇതിലും വലുതൊന്നും വെക്കണ്ടേ? അല്ല, ഫ്രാൻസിന് വേണ്ടിയിട്ട് നാട്ടില് ഫാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഔട്ട് സൈഡും ആണ്. ഇപ്പൊ ജനപ്രതിനിധികൾ കൂടിയുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്, വൈസ് പ്രസിഡന്റ് ആണ്. ഇപ്പൊ ഈ ഫുട്ബോൾ ആവേശം ഒക്കെ കാണുമ്പോ ഒരു ഫുട്ബോൾ പ്രേമി എന്ന നിലയ്ക്ക് ടീം ഏതാണ്? ഞാൻ അർജന്റീന ഫാൻ തന്നെയാണ്. തുടർച്ചയായുള്ള ഒരു കിരീടം കിട്ടാനുള്ള എല്ലാ ആവശ്യത്തിലുള്ള തുടക്കമാണ്. നമ്മുടെ ഫാൻസിനെ കുറിച്ച് അറിയാമല്ലോ. കോങ്ങാടിന് വളരെയേറെ നല്ല വ്യക്തമായി 160 അടി ഫ്ലെക്സ് പറഞ്ഞവിടെ എവിടെ ഇല്ലാത്തൊരു ഇതാണ് ഫാൻസ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വിജയത്തിന്റെ ഒരു ആവേശമായി ഞങ്ങൾ തുടരുകയാണ്. ഈ തുടർച്ചയായുള്ള ഒരു കിരീടം അർജന്റീന എടുത്തിരിക്കും എന്നും കൂടി ഞാൻ പറഞ്ഞിരിക്കുന്നു. പെൺകുട്ടികൾ കൂടിയുണ്ട്, നിങ്ങളൊക്കെ ഇതിന്റെ ഭാഗമാണ്. നമ്മളിത് ഫ്ലെക്സ് റീലിൽ കണ്ടിട്ട് ആക്ച്വലി കാണാൻ വേണ്ടി വന്നതാണ്. ഒരുപാട് സന്തോഷം തോന്നിയിട്ട്. ഈ നാട്ടുകാരല്ല, ആണാണ്, ഈ നാട്ടുകാരാണ്. നമ്മൾ ചന്ദ്രനാറാണ് വീട്, പാലക്കാട് തന്നെയാണ്. അപ്പൊ അവിടുന്ന് രാവിലെ വന്നാണ് നമ്മള് ഇവിടേക്ക് ഫ്ലെക്സ് കാണാൻ വേണ്ടി വന്നതാണ്. ഇപ്പൊ മെസ്സിയുടെ അവസാന മത്സരം, അപ്പൊ ഒരു സീനിയറായ താരം, അതോടൊപ്പം തന്നെ കുറെ പുതുമുഖങ്ങളുണ്ട്. അതൊക്കെ വലിയൊരു പ്രതീക്ഷയാണോ? പ്രതീക്ഷ തന്നെ. ഇപ്രാവശ്യത്തെ ടീം നമ്മുടെ കോച്ച് എടുത്തത് അത്രയും പക്ക ടീമാണ്. അപ്പോൾ അത് നമ്മൾ എന്തായാലും പ്രതീക്ഷ ഉണ്ട്. ആ പ്രതീക്ഷ കൈവിടാണ്ട് സൂക്ഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ ക്രിസ്ത്യാനോ ഒരു വേൾഡ് കപ്പ് എടുക്കണം എന്ന് ഈ ബ്രസീൽ ഫാൻസ് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അത്രയും ഒരു സീനിയറായ ഫുട്ബോളർ ആയ ക്രിസ്ത്യാനോയ്ക്ക് ഇത്തവണ ഒരു കപ്പ് കിട്ടുമോ, അതോ മെസ്സി തന്നെ കൊണ്ടുപോകും അവസാന മത്സരം? ഞങ്ങൾക്ക് മെസ്സി എടുക്കണമെന്ന് ആഗ്രഹം, വേറെ ആരും എടുക്കണമെന്നല്ല. ഞങ്ങൾക്ക് മെസ്സി എടുക്കണം. പിന്തുണ ഉണ്ട്, പക്ഷെ മെസ്സി ഒപ്പമുള്ളതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഖത്തറിന്റെ മണമുള്ള ഖത്തറിന്ന് കപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ ട്രംപ് അണ്ണന്റെ നാട്ടിൽ നിന്നും കപ്പ് കൊണ്ടുവന്നിരിക്കും. അതാണ് അത്തറിന്റെ മണമുള്ള ഖത്തറിൽ നിന്ന് കപ്പടിച്ചത്. ട്രംപിന്റെ നാട്ടിൽ നിന്നും മെസ്സി കപ്പടിക്കും എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഒരു വലിയ ഫുട്ബോൾ ആവേശത്തിന്റെ ലഹരിയിലാണ് കോങ്ങാട് കൂടാതെ മറ്റോരോ ഗ്രാമീണ മേഖലയിലുള്ള ആളുകളും ഈ ഫുട്ബോൾ ആവേശമാണ്. അവരുടെ ആവേശത്തിന്റെ ഒരു കൃത്യമായ കാഴ്ചകളാണ് അവർ ഇവിടെ നമ്മളുമായി പങ്കുവെക്കുന്നത്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.